ഹായ്, ഞാൻ വിദ്യ. ഹരിതം ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. പേടി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു നോർമൽ റിയാക്ഷൻ ആണല്ലേ. എന്നാൽ പേടിക്ക് അപ്പുറം ഒരു ആൻസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഒരു ത്രെട്ട് വരുമ്പോൾ അതിനെ നമ്മൾ പ്രിപ്പയർ ആക്കുന്ന ഒരു കാര്യമാണ് ആൻസൈറ്റി എന്ന് പറയുന്നത്. ഇത് രണ്ടും നോർമലാണ്. പൊതുവെ ആൾക്കാർ പറയാറുണ്ട് ആൻസൈറ്റി എന്ന് പറയുന്നത് ഒരു ഡിസോർഡർ ആണ്. അല്ല, അത് നമ്മളെ ഫ്യൂച്ചറിലായിട്ടുള്ള ഒരു ത്രെട്ടോ അല്ലെങ്കിൽ നമുക്കൊരു അലാം റിയാക്ഷൻ പോലെ ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം വരാനിരിക്കുന്നുണ്ട്, അതിനുവേണ്ടി നമ്മളെ പ്രിപ്പയർ ചെയ്യിക്കുന്ന ഒരു നല്ലൊരു കാര്യമാണ് ആൻസൈറ്റി എന്നുള്ളത്. എന്നാൽ ഈ ആൻസൈറ്റി നമ്മൾ കുട്ടികളിലോ അല്ലെങ്കിൽ ഒരു അഡൾട്ടിൻ്റെയോ അവരുടെ ഡെയിലി ലൈഫിൽ, അവരുടെ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ ലൈഫിൽ, സോഷ്യൽ ലൈഫിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് അതിനെ നമ്മളൊരു ഡിസോർഡർ എന്ന രീതിയിൽ പറയുന്നത്. നമ്മുടെ ഈ ആൻസൈറ്റി എന്ന് പറയുന്നത് നമ്മളെ ബാധിക്കുന്നത് നമ്മളെ ഫിസിക്കൽ, അതുപോലെ തന്നെ കൊഗ്നിറ്റീവ്, ഇമോഷണൽ, ബിഹേവിയറിനൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട്. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും സ്വെറ്റ് ചെയ്യുക, നമ്മൾ ബ്രീത്തിങ് കൂടുക, അതുപോലെ കൈകാലുകൾ വിറയ്ക്കുക, അതുപോലെ തന്നെ നമ്മുടെ വയറ്റിന് ഒരു വേദനയൊക്കെ വരിക, ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഫിസിക്കലാണ്. എന്നാൽ ഇമോഷണൽ എന്ന് പറയുമ്പോൾ നമ്മൾ അവർ കൂടുതലായിട്ടും നമുക്കൊരു ദേഷ്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. ബിഹേവിയറൽ എന്ന് പറയുമ്പോൾ അവർ കൂടുതലായിട്ടും ഈ സോഷ്യൽ സിറ്റുവേഷൻസിനെയൊക്കെ അവോയ്ഡ് ചെയ്യുക, അതുപോലെ തന്നെ എപ്പോഴും പാരൻസ് കൂടെ വരണം, അങ്ങനത്തെ കുറേ ബിഹേവിയേഴ്സ് ഒക്കെ ഇവർ കാണിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ കുട്ടികളുടെ ഉറക്കത്തിനെ ഇത് നന്നായിട്ട് ബാധിക്കുന്നുണ്ടാവും. അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസിനോടൊക്കെ അവർക്ക് താല്പര്യം കുറയുക. അതുപോലെ തന്നെ പഠിത്തത്തിനോടുള്ള ഇൻട്രസ്റ്റ് കുറയുക. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇവർക്ക് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ആൻസൈറ്റിയിൽ ഡിസോർഡേഴ്സ് പലവിധമുണ്ട്. അതിൽ ഫസ്റ്റായിട്ട് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡേഴ്സ്, സ്പെസിഫിക് ഫോബിയാസ്, സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ പാനിക് അറ്റാക്സ് വരുന്ന പാനിക് ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡേഴ്സ് പോലെയുള്ള ഡിസോർഡേഴ്സും ആൻസൈറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഈ ജനറലൈസ്ഡ് ആൻസൈറ്റി എന്ന് പറയുമ്പോൾ അത് കൂടുതലായിട്ടും അവർക്ക് ഈ കാണുന്ന എല്ലാ കാണുന്ന ത്രെഡ്സിനോടും, അതുപോലെ തന്നെ അവർ ഡെയിലി ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യുന്നതിനോടും ഒരു പേടി വരുന്നതിനാണ് ഈ GAD എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്പെസിഫിക് ഫോബിയാസ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റിനോടോ അല്ലെങ്കിൽ ഒരു ചെറിയ തരം പ്രാണികളോടോ അല്ലെങ്കിൽ ചില പാമ്പിനോട്, ഡോഗിനോട്, അങ്ങനെ പല സ്പെസിഫിക് ആയിട്ടുള്ള എന്തൊരു സാധനത്തിനോടും അവർക്കൊരു പേടി വരാവുന്നതാണ്. അതുപോലെ തന്നെ ഈ സോഷ്യൽ സിറ്റുവേഷൻസിനൊക്കെ അവോയ്ഡ് ചെയ്യുന്ന ഒരു ഡിസോർഡറാണ് സോഷ്യൽ ഫോബിയാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാനിക് അറ്റാക്സ് അല്ലെങ്കിൽ പാനിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷനെ നമ്മൾ പണ്ട് എപ്പോഴെങ്കിലും ഒരു പേടി വന്ന സിറ്റുവേഷന് പിന്നീട് നമ്മൾ അത് ആലോചിച്ചിട്ട് ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു സിറ്റുവേഷൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിനോടൊരു പേടി വരുന്നതിനെയാണ് പാനിക് ഡിസോർഡേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ അത് കൂടുതലായിട്ടും നമ്മുടെ തോട്ടുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഒബ്സസീവായിട്ട് നമ്മളൊരു കാര്യത്തിനെ ആലോചിച്ചിട്ട് അതിനോടൊരു റിപ്പീറ്റേറ്റീവ് ബിഹേവിയേഴ്സ് കാണിക്കുന്നതിനെയാണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ക്ലിനിക്കിൽ പല കുട്ടികളും ഇതുപോലെ ആൻസൈറ്റി പോലുള്ള അസുഖങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട്. കൂടുതലായിട്ടും PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പോലുള്ള അസുഖങ്ങളൊക്കെ ആയിട്ടാണ് കുട്ടികൾ കൂടുതലായിട്ടും വരുന്നത്. ഇത് അഡൾട്ടിനെ പോലെ വലിയ പ്രശ്നമുള്ള ത്രെട്ടോ അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി ക്രിയേറ്റിംഗ് ട്രോമ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ഇവർക്ക് ഉണ്ടായിരിക്കുക. ഇവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, ചെറിയ പ്രാണികളെ ആയിരിക്കാം, ചിലപ്പോൾ പ്രേതങ്ങൾ, ചില സിനിമകളിൽ കാണുന്ന പ്രേതങ്ങൾ വീട്ടിലുണ്ട് വിചാരിച്ചിട്ട് അങ്ങനെ പേടികൾ വരുന്നുണ്ടാവും. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും കുട്ടികളിൽ കൂടുതലായിട്ടും പേടി വരുന്നുണ്ടാവുക. ഈ പേടിയെ ഇവർ ആലോചിച്ചിട്ട് ഇവർ ഉറക്കം നഷ്ടപ്പെടുക, ഫുഡ് കഴിക്കാണ്ടിരിക്കുക, അവർ എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പിന്നീട് എൻജോയ് ചെയ്യാതെ കൂടുതലായിട്ടും എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികൾ കൂടുതൽ ഇൻട്രോവേർട്ട് ഒക്കെ ആയിട്ടായിരിക്കും ഇവിടെ വരുന്നുണ്ടായിരിക്കാം. അവർ അങ്ങനെ കുറേ കേസുകൾ ഇവിടെ വരുമ്പോഴും നമ്മൾ അവരെ കൂടുതലായിട്ടും ഫാമിലിയിൽ ഒരു സപ്പോർട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് അവരെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. ഇവർ കൂടുതലായിട്ടും ചില കുട്ടികളിൽ പാനിക് അറ്റാക്സ് പോലുള്ള സിംറ്റംസ് കാണുന്നുണ്ടായിരിക്കും. കുട്ടികൾ ഇങ്ങനെ പറയും, എനിക്ക് സ്വെറ്റ് ചെയ്യുന്നുണ്ടാവും, ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ടാവും, കൂടുതലായിട്ടും സൗണ്ട് ഒന്നും പുറത്തേക്ക് വരുന്നുണ്ടായിരിക്കില്ല ഈ ത്രെട്ട് വരുമ്പോഴൊക്കെ. അതുപോലെ തന്നെ എപ്പോഴും അമ്മ കൂടെ തന്നെ വേണം, ഉറങ്ങുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ഇരുടാവുന്ന സമയത്തൊക്കെ ആരെങ്കിലും കൂടെ എപ്പോഴും വേണം. അവർക്ക് ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യാനൊക്കെ വളരെ പേടിയായിരിക്കുന്നതൊക്കെ ഇവിടെ നോർമലായിട്ട് വരുന്ന കുട്ടികളിലെ ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഉള്ളതിലൊക്കെ നമ്മൾ കാണുന്നതാണ്. കൂടുതലായിട്ടും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഈ എക്സാമിന് മാർക്ക് കുറയുക, അവർക്കൊരു പഠിത്തത്തിനോടൊരു പേടി, അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ അവിടെ എത്തി എക്സാമിന് എഴുതുമ്പോഴൊക്കെ അത് മറന്നു പോകുന്നതായിട്ടൊക്കെ നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട്. ഇത്തരം സിംറ്റംസ് ഒക്കെ കുട്ടികൾ കാണിക്കുമ്പോഴും നമ്മൾ അവരെ ഒരു സപ്പോർട്ടായിട്ട് നിന്നിട്ടൊക്കെ നമ്മൾ അതുപോലെ തന്നെ റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ കൊടുത്തിട്ട് റെഡിയാക്കി കൊണ്ടുവരാവുന്നതാണ്.
ഇനി ആൻസൈറ്റിനെ നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതിനായിട്ട് ഫസ്റ്റായിട്ട് നമ്മൾ ആൻസൈറ്റിയിൽ ഫിസിക്കൽ സിംപ്റ്റംസിനെയാണ് നമ്മൾ ആദ്യമായിട്ട് കൺട്രോൾ ചെയ്യേണ്ടത്. നമ്മൾ ഈ ഷിവറിങ് അല്ലെങ്കിൽ നമ്മുടെ ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യുക വിചാരിച്ചാൽ ആദ്യം തന്നെ റിലാക്സേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. JPMRO അല്ലെങ്കിൽ ഏതെങ്കിലും ഗൈഡഡ് ഇമേജിനറി ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവർ ആദ്യം തന്നെ ഫിസിക്കൽ സിംപ്റ്റംസ് ആണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ കോഗ്നിറ്റീവ് തോട്ടിനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. അതിനായിട്ട് കൂടുതലും തോട്ട് ഡയറി പോലുള്ള ടെക്നിക്സോ അതല്ലെങ്കിൽ കുട്ടികളിൽ കൂടുതലായിട്ടും ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് പാരൻസ് കൂടുതൽ കുട്ടികളെ വീട്ടിൽ വന്നിട്ട് അവർ നടന്ന കാര്യങ്ങൾ, സ്കൂളിൽ നടന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്താണ് കുട്ടിക്ക് പേടി ഉണ്ടായിരിക്കുന്ന സിറ്റുവേഷൻസ്, ആ സിറ്റുവേഷനെ കൂടുതലായിട്ടും എക്സ്പോഷർ തെറാപ്പി പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും അവരെ നമുക്ക് ബെറ്ററാക്കി കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളൊരു ആൻസൈറ്റി വരുമ്പോഴൊക്കെ കുറേ പേര് ആ ഒരു സിറ്റുവേഷൻ മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സോഷ്യൽ ആൻസൈറ്റി ഒക്കെ ആണെങ്കിൽ പിന്നെ അവർ പുറത്തേക്ക് ഇറങ്ങാണ്ട് നിൽക്കുക, അല്ലെങ്കിൽ അവർക്ക് പേടിയുള്ളൊരു സാധനത്തിൻ്റെ അടുത്തേക്ക് പോവാണ്ടിരിക്കുക, ഇങ്ങനെ ഒരു സാധനത്തിനെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ കൂടുതലായിട്ടും അതിനെ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ആൻസൈറ്റി ഒക്കെ കുറച്ച് അതിനോട് എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടും നമുക്ക് ആൻസൈറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ചിലർക്ക് ഇപ്പോൾ ബ്ലഡ് കാണുമ്പോഴോ അല്ലെങ്കിൽ ചിലർക്ക് ഡ്രൈവിംഗ് ഒക്കെ നന്നായിട്ട് പേടിയുള്ളതായിട്ട് കാണാം. ഇതിനെ നമ്മൾ എക്സ്പോഷർ ചെയ്ത് അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് ചെയ്തിട്ട് തന്നെയായിരിക്കും നമുക്ക് ആൻസൈറ്റി കുറയ്ക്കാൻ പറ്റുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കൊരു എക്സാം ആൻസൈറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ തന്നെ നമ്മൾ ആ സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്യാതെ അതിന് കൂടുതലായിട്ടും പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. കുട്ടികളെ കൂടുതലായിട്ടും നമ്മളൊരു ഫിസിക്കൽ ആക്ടിവിറ്റീസിലേക്കൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടിയൊക്കെ ആൻസൈറ്റി കുറയാൻ സഹായിക്കും. അതുപോലെ തന്നെ അവർ കൂടുതലായിട്ടും ഒരു റുട്ടീൻസൊക്കെ അവരെ തെറ്റിക്കെടുക്കുന്നുണ്ടാവും ഈ ആൻസൈറ്റി വരുമ്പോഴൊക്കെ. അത് ശ്രദ്ധിച്ചിട്ട് അവർ കൂടുതലും പാരൻസ് ഒരു റുട്ടീൻസൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ആൻസൈറ്റി കുറച്ചുകൊണ്ട് വരാൻ പറ്റും. അതുപോലെ തന്നെ എപ്പോഴും പാരൻസ് ഒരു സപ്പോർട്ടായിട്ട് നിന്നിട്ട് അവരെ കൂടുതലും എൻകറേജ് ചെയ്യിക്കുകയൊക്കെ ആണെങ്കിൽ അതിൽ കൂടെ നമുക്ക് ആൻസൈറ്റി കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇതിലും കൂടുതലായിട്ടും അവർക്ക് ആൻസൈറ്റി വരുന്ന സിറ്റുവേഷനിൽ അവരെ അസർട്ടീവ് സ്കിൽസ് പഠിപ്പിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് പാരൻസിൻ്റെ കൺട്രോളിൽ നിൽക്കുന്നില്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നതൊക്കെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ക്ലിനിക്കൽ സെറ്റിങ്സിലാണെങ്കിൽ തന്നെ CBT പോലുള്ള ടെക്നിക്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആൻസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു നോർമൽ റിയാക്ഷൻ ആണ്. അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിൽ ഒരു ത്രെട്ട് കാണുമ്പോൾ നമ്മൾ അതിനോട് നമുക്കൊരു പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ആൻസൈറ്റി. എന്നാൽ ഇത് നമ്മുടെ ഡെയിലി ലൈഫിനെയൊക്കെ ബാധിക്കുമ്പോഴാണ് നമ്മൾ അതിനെ ഒരു ഡിസോർഡർ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ആൻസൈറ്റീനെ നമുക്കൊരു ഏർലി ഡയഗ്നോസിസ് ഒക്കെ നടത്തിയിട്ട് ഒരു കൃത്യമായിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്താൽ നമുക്കത് മാനേജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആൻസൈറ്റി എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കിതിനൊരു കൊളാബറേഷൻ ആയിട്ട് പാരൻസും ടീച്ചേഴ്സും അതുപോലെ തന്നെ പ്രൊഫഷണലും 3 പേരും കൂടി ചേർന്നിട്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കത് അവരെ ആൻസൈറ്റി ഉള്ള സിറ്റുവേഷനിൽ മാറ്റിയെടുത്ത് അവരൊരു ബെറ്റർ ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ കുട്ടികളിലും ഇതുപോലുള്ള ആൻസൈറ്റി സിംറ്റംസ് ഒക്കെ കാണുകയാണെങ്കിൽ അതിന് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് അതിന് ഇതുപോലെയുള്ള ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അതിൽ ഇവരുടെ ഒരു മാറ്റങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.